ഏപ്രിൽ 24 വെള്ളിയാഴ്ച മുതൽ മത്സ്യബന്ധന ബോട്ടുകളുടെയും വിനോദ കപ്പലുകളുടെയും സമുദ്ര പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചെന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഇത് ദിവസേന രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ കപ്പൽ യാത്ര നടത്താൻ അനുവദിക്കുന്നു. വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ മുൻകരുതൽ നടപടിയായി ഏർപ്പെടുത്തിയ സസ്പെൻഷനെ തുടർന്നാണ് ഈ തീരുമാനം. കടൽ പ്രേമികളും മത്സ്യബന്ധന പ്രേമികളും വീണ്ടും തുറക്കുന്നതിനെ സ്വാഗതം ചെയ്തു. അവരിൽ പലരെയും താൽക്കാലികമായി നിർത്തിവെച്ചത് ബാധിച്ചിരുന്നു. ഒരു പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പബ്ലിക് അതോറിറ്റി ഓഫ് അഗ്രികൾച്ചറൽ അഫയേഴ്സ് ആൻഡ് ഫിഷ് റിസോഴ്സസിലെ എഞ്ചിനീയറിംഗ് ക്രൂ അംഗമായ അബ്ദുള്ള അൽ എനൈസി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിട്ടും തുടർച്ചയായ ജാഗ്രതയും ഔദ്യോഗിക നിയന്ത്രണങ്ങളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളും ബോട്ടർമാരും നിയുക്ത സമുദ്ര മേഖലകളിൽ തുടരണമെന്നും തുറമുഖങ്ങൾ, പ്രവർത്തന സ്റ്റേഷനുകൾ, എണ്ണ സ്ഥാപനങ്ങൾ തുടങ്ങിയ സെൻസിറ്റീവ് സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. സമുദ്ര പ്രവർത്തനങ്ങൾക്ക് അനുവദനീയമായ പ്രദേശങ്ങൾ തിരിച്ചറിയുന്ന ഒരു പുതുക്കിയ ഭൂപടം അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ടെന്നും സുരക്ഷാ സെൻസിറ്റീവ് മേഖലകളിൽ ഇടപെടാതെ നാവികർക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കണമെന്നും എൽ എൻഐസി പറഞ്ഞു. അനുവദനീയമായ കപ്പൽ യാത്രാ സമയം രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണെന്നും എല്ലാവരും ഈ സമയക്രമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഈ നടപടികൾ അവരുടെ സുരക്ഷ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മത്സ്യബന്ധന സമൂഹത്തിലെ പലർക്കും വീണ്ടും തുറക്കുന്നത് വളരെ വിലമതിക്കുന്ന ഒരു ജീവിത രീതിയിലേക്കുള്ള തിരിച്ചുവരവിനെ അടയാളപ്പെടുത്തുന്നു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.